കുറേ നാളായിട്ട് ഗുരുവായൂർ പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കണ്ട. സത്യം പറഞ്ഞാൽ ഒരു 5-8 മാസത്തോളമായി ഞാൻ ഗുരുവായൂരൊന്ന് പോയിട്ട്. എന്തോ പോകാനുള്ളൊരു സമയമായില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് ഭഗവാൻ വിളിച്ചിട്ടുണ്ടാവണം. അതായിരിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. അപ്പോൾ യാതൊരു തടസ്സങ്ങളും കൂടാതെ ഇന്ന് ഞങ്ങൾ മഴയാണെങ്കിൽ പോക്കൊക്കെ ക്യാൻസലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തോ മഴയും നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഴ ഒന്നും പെയ്യാണ്ടായപ്പോൾ വേഗം കാലത്ത് തന്നെ എനിക്ക് റെഡി ആയിട്ട്. അപ്പം മോനെ സ്കൂളിൽ പറഞ്ഞയച്ചില്ല, കാരണം അയാൾ ഉച്ച നേരത്താണ് വരാം. അപ്പം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുവിധം നേരമാവും. അപ്പോൾ അയാളെ ലീവ് എടുപ്പിച്ച് കൊണ്ടുപോയിട്ടാണ്. അപ്പം ഞാനും റെഡിയായി, 2 കിടാങ്ങളും റെഡിയാക്കി. എല്ലായിടത്തും വീട്ടിലും പ്രശ്നങ്ങളായിരിക്കില്ല, കൊച്ചുങ്ങളെ റെഡിയാക്കൽ. അപ്പം എനിക്കും അത് തന്നെയാണ് കേട്ടോ പ്രോബ്ലം. നേരം വൈകാൻ ഏറ്റവും വലിയ കാരണം അതാണ്. അപ്പോൾ സെറ്റ് സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതാണ് ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി നിറച്ചും ചെളിയും വെള്ളവും കൂടിയൊക്കെ തന്നെ. അപ്പോൾ സെറ്റ് സാരി ഒഴിവാക്കി ചുരിദാർമ പിടിച്ചു. അപ്പോൾ റോട്ടിലെത്തിയപ്പോൾ ചേച്ചി മോളും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയിട്ടാണ്. ഓട്ടോ സ്റ്റാൻഡിൽ പോയപ്പോൾ ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല. അപ്പം നേരം പോക്കിനെ നോക്കുമ്പോൾ സപ്പോർട്ട് നിൽക്കണം. അപ്പം ഒന്ന് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ തൊട്ടൊക്കെ പച്ചയായിരുന്നിട്ട് അപ്പോൾ അവിടെ നിന്നോട്ടെ പാവം. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി നേരെ ഓട്ടോ പിടിച്ച് 3 പിടിക വന്ന് ബസ്സും കാര്യം നമ്മളത് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ വെച്ചിട്ട് അന്നമ്മ ആകെ വാള് വെച്ച് ഡ്രസ്സൊക്കെ ആകെ കൊളാക്കിയത്. ഡ്രസ്സൊക്കെ മാറ്റിച്ച് അമ്മച്ചിയുടെ കൂടെ പോവേണ്ട. അമ്മച്ചി എന്ന് പറയുന്നത് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ആളെ അമ്മച്ചി എന്നാണ് വിളിക്കുക. 2 മക്കളും അമ്മച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ പായസത്തിൻ്റെ കൗണ്ടർ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ അവിടെ ചെന്ന് തട്ടിമുട്ടി നിൽക്കണ്ടെന്ന് വിചാരിച്ച് നേരെ ഞാൻ പോയിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയ. കാരണം പുകയും പൂജയുടെ കളഭത്തിൻ്റെ ഒക്കെ മണവും എനിക്ക് എന്തോ വല്ലാത്ത പോസിറ്റീവ് വൈബാണ് ആ ഏരിയയിലെത്തിയാലും. ഞങ്ങൾ ഇവിടെ നടന്നപ്പോൾ കുട്ടികളൊക്കെ അരങ്ങേറ്റത്തിന് കുട്ടികളൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ട് റെഡി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ കൃഷ്ണനൊന്ന് പുറത്തുനിന്ന് നല്ലോണം ഒന്ന് വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ക്യൂവിൽ നിന്നിട്ട് അകത്ത് കയറുമ്പോൾ ആളെ നേരം വൈകിയല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടെ നേരത്തെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്യൂവിൽ നിന്നിട്ട് ഞങ്ങൾ തൊഴുതു കേട്ടോ. കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് തകൃതിയായിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത്, കാരണം നമ്മൾ ഫോണും ബാഗൊക്കെ കൊണ്ട് സെക്യൂരിറ്റി ഇതിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളും അല്ല, നമ്മൾ അകത്ത് തൊഴുമ്പോഴൊന്നും ഫോണും ബാഗൊന്നും പാടില്ല തരാനൊക്കെ കൊണ്ടുവച്ച് ഞങ്ങൾ തൊഴുത് ഭക്ഷണം കഴിച്ച് ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അത് പായസത്തിന് വെയിറ്റിംഗ് ആണ്. പാൽപ്പായസത്തിന് എവിടെ പാൽപ്പായസം ഞങ്ങൾക്ക് കിട്ടിയില്ല, നെയ്പായസം ഉണ്ടാണ് കിട്ടിയത്. എന്നാലും വേണ്ടിയില്ല, കൃഷ്ണൻ നമുക്ക് അതായിരിക്കും വിധിച്ചിട്ടുണ്ടായി. ഞങ്ങൾ നേരം വൈകി വന്നപ്പോൾ അപ്പോൾ നെയ്പായസമായി നമുക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് പാൽപ്പായസത്തിനേക്കാൾ ഇഷ്ടം നെയ്പായസമായിരുന്നു. കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടുണ്ട് അത് കഴിക്കണേ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അന്നമ്മ അവിടെ അരങ്ങേറ്റത്തിൻ്റെ ഈ ഡാൻസും ഇതൊക്കെ കേട്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. കാരണം നേരം വൈകൊണ്ടാണല്ലോ പാൽപ്പായസം കിട്ടായിരുന്നത്. കാരണം നമ്മൾ അത് കഴിച്ച് അത് ശീലമായി ഇവിടെ വന്നാൽ. പക്ഷെ ഇന്ന് കിട്ടാണ്ടായപ്പോൾ വല്ലാത്തൊരുള്ളിലൊരു വിഷമം. പക്ഷെ നെയ്പായസം കിട്ടിയല്ലോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ കേട്ടോ പാൽപ്പായസത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നെയ്യിൻ്റെ ഒക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കണേ, അതുകൊണ്ടായിരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടന് ഒരു പഴം കൊടുത്തപ്പോൾ അതും കിട്ടിയ വഴിക്ക് അതും കൊണ്ട് ഓടേണ്ട. അപ്പം നമ്മൾ തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പം കൃഷ്ണനോട് എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മളുടെ ഒരു ഹരം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. കുറേ സാധനങ്ങൾ നല്ലേ കണ്ട, ചെറിയ നെറ്റിപ്പട്ടങ്ങൾ, അതുപോലെ തന്നെ കമ്മൽ, മാല, എന്തൊക്കെ വേണം, ബാഗുകൾ, പലവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് 2 എടുപ്പിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ആയിരിക്കുള്ളൂ ടിക്കറ്റിന്. അച്ഛൻ എവിടെ പോകണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, 2 ടിക്കറ്റ് ഉണ്ടായാലും ആൾ ഹാപ്പിയാണ്. അപ്പോൾ അച്ഛന് വേണ്ടി 2 ടിക്കറ്റ് എടുത്ത് നേരെ ഞങ്ങൾ 3 പിടിയെ പോയി അവിടെ ബ്രൂട്ടിൽ കയറി ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. കാരണം 4:30 മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ ചായ കുടിക്കാൻ കയറിയിരിക്കണം. അപ്പം ഞങ്ങളൊക്കെ പബ്സും ചായയും പറഞ്ഞ് പിള്ളേർക്ക് ഓരോ ഫ്രൂട്ടി കട്ട്ലേറ്റും പറഞ്ഞ്. കുഞ്ഞാവ് അതൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ആൾ ചേട്ടന്മാർ ഫ്രൂട്ടി കഴിക്കാനുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു കൊതി, അപ്പോൾ ആൾക്കും മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പബ്സും സോസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നമ്മക്ക് വായ വെച്ച് കൊടുത്തിട്ട് അന്നമ്മ കഴിച്ചില്ല. വേറെ എന്തോ സാധനം വായ കയറിയ പോലെയാണ് അന്നമ്മയുടെ ഇരിപ്പ്. അപ്പം ഞങ്ങൾ നല്ല മുരിഞ്ഞ പബ്സും സോസും ചായയും ഒക്കെ കുടിച്ചിട്ടാണ്. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ ബ്രൂട്ടിത്തത്, നല്ല അടിപൊളി ചായ. അപ്പം അന്നമ്മക്ക് ഫ്രൂട്ടി കുടിച്ചിട്ട് അത് ആ കോലിട്ട് കുടിച്ചിട്ട് കിട്ടണില്ല മേലേക്ക്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലക്കത്തിൽ ബിന്ദു പണിക്കർ പറഞ്ഞ പോലെ എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആൾക്ക് കിട്ടാണ്ടായപ്പോൾ ചേച്ചി അതെടുത്ത് കുത്തി കയറ്റി വെച്ച് കൊടുത്തിക്കേണ്ട.
അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഗുരുവായൂർ പോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഒരു സന്തോഷമായിട്ടോ മനസ്സിന് എല്ലാം കൊണ്ടും.